നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ ഉമ്മ അത് രാവിലെ എണീറ്റ് നമുക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മുടെ മുമ്പ് കൊണ്ട് വെക്കുമ്പോൾ എനിക്കിത് വേണ്ട, എപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് തട്ടിക്കളയാറുണ്ട്. ആ സമയത്ത് ഉമ്മ ദേഷ്യത്തോടെ നമ്മളോട് പറയും, വേണോ കഴിച്ചാൽ മതി. നമ്മൾ വാശിയിൽ അവിടുന്ന് അങ്ങ് പോവും. നമ്മൾ അറിയുന്നില്ല, നമ്മൾ വാശിയും പിടിച്ച് അവിടുന്ന് പോയിട്ട് രാവിലെ പോയാൽ നമ്മൾ ചിലപ്പോൾ വൈകിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഉച്ചക്ക്. ഈ നേരം വരെയും നമ്മുടെ ഉമ്മ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല. ആ കുഞ്ഞു പ്രായത്തിൽ അതൊന്നും മനസ്സിലാക്കാതെ പക്വത നമുക്കുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അത്രയും ദേഷ്യത്തോടു കൂടി വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഒരു നേരം കഴിച്ചില്ല എന്ന് വെച്ച് ഒന്നും ആയിപ്പോവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഉമ്മ നമ്മളെ പറഞ്ഞു വിടുമ്പോൾ ആ ഉമ്മാന്റെ മനസ്സ് എന്തുമാത്രം ഉരുകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു ദിവസം നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവാറില്ല. അവർ ചെയ്യുന്ന ജോലി ഒരു ദിവസം നിങ്ങളൊന്ന് ഏറ്റെടുത്ത് ചെയ്തു നോക്ക്. അപ്പം മനസ്സിലാവും ഉമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നതെന്ന്. ഇന്ന് നമ്മളിൽ പലരും പല സ്ഥലത്താണ്. കിട്ടുന്ന ഭക്ഷണം അത് രുചി പോലും നോക്കാതെ നമ്മൾ കഴിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആശിച്ചു പോവാറുണ്ട്, ഉമ്മാൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. എൻ്റെ ഉമ്മ 2 മുറി തേങ്ങ അരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി തന്നാൽ പോലും അതിന് വല്ലാത്ത രുചിയാണെന്ന് നമ്മൾ ആവേശത്തോടെ പറയാറുണ്ട്. ഇതേ ഉമ്മാൻ്റെ ഭക്ഷണമല്ലേ നമ്മളന്ന് തട്ടിക്കളഞ്ഞത്? ഉമ്മ എന്ന വികാരം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മക്കൾ ആ ഉമ്മാൻ്റെ ജീവിതം കാണണം. നമ്മളില്ലെങ്കിൽ അവരില്ല. ചേർത്ത് പിടിക്കണം നമ്മൾ. ആ ഉമ്മയാണ് നമുക്കെല്ലാം. ആരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെ നോക്കാതെ, ഇനി നമ്മളൊരു പ്രശ്നക്കാരനാണെങ്കിൽ പോലും അതെൻ്റെ മകനാണ്, അവനങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഉമ്മ മാത്രമേ ഉണ്ടാവൂ. അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ച വലിയൊരു പാഠാണിത്. ഉമ്മയെ ചേർത്ത് നിർത്തിക്കോ, വേദനിപ്പിക്കരുത് ഒരു വാക്കുകൊണ്ട് പോലും.